അമേരിക്കയിലെ പ്രവാസി മലയാളി സമൂഹവും കുടിയേറ്റക്കാരും ഒരുപോലെ ഉറ്റുനോക്കുന്ന അത്യന്തം നിർണായകമായ ഒരു ഇമിഗ്രേഷൻ വാർത്തയാണ് ഇപ്പോൾ യുഎസിൽ നിന്നും പുറത്തു വരുന്നത്. യുഎസ് ഫെഡറൽ ഭരണകൂടവും ഇമിഗ്രേഷൻ ഏജൻസികളും രാജ്യവ്യാപകമായി വിസ പരിശോധനകൾ കടുപ്പിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ കാലിഫോർണിയ സ്റ്റേറ്റ് അസംബ്ലിയിൽ പ്രവാസികൾക്ക് ഏറെ നിർണായകമായ ഒരു കൂട്ടം ഇമിഗ്രേഷൻ ബില്ലുകൾ അടുത്ത ആഴ്ച വോട്ടെടുപ്പിനും അസംബ്ലി ഹിയറിംഗിനുമായി വെച്ചിരിക്കുകയാണ്. ഫെഡറൽ തലത്തിലുള്ള ഇമിഗ്രേഷൻ നിയമങ്ങൾക്ക് പുറമെ സ്റ്റേറ്റ് തലത്തിൽ കൊണ്ടുവരുന്ന ഇത്തരം ബില്ലുകൾ അമേരിക്കയിലുള്ള കുടിയേറ്റക്കാരുടെയും പ്രവാസി കുടുംബാംഗങ്ങളുടെയും ദൈനംദിന ജീവിതത്തിലും തൊഴിൽ അവകാശങ്ങളിലും വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. അമേരിക്കൻ ഇമിഗ്രേഷൻ സംവിധാനത്തിൽ സാധാരണക്കാരായ പ്രവാസികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് യുഎസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ്, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റം എൻഫോഴ്സ്മെന്റ് എന്നിവരുടെ തീരുമാനങ്ങളെയാണ്. എന്നാൽ പ്രവാസികൾ താമസിക്കുന്ന ഓരോ അമേരിക്കൻ സ്റ്റേറ്റിലും പ്രാദേശിക നിയമനിർമ്മാണങ്ങൾ കുടിയേറ്റക്കാരുടെ നിയമപരമായ സുരക്ഷയെയും തൊഴിൽ അവകാശങ്ങളെയും വലിയ രീതിയിൽ ബാധിക്കാറുണ്ട്. കാലിഫോർണിയ അസംബ്ലിയിൽ വരുന്ന ഈ പുതിയ നിയമനിർമ്മാണ ബില്ലുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് കുടിയേറ്റക്കാരായ തൊഴിലാളികളുടെ സംരക്ഷണം, വിസ പ്രതിസന്ധിയിൽ പെടുന്നവർക്കുള്ള ലീഗൽ ഡിഫൻസ് ഫണ്ടുകളുടെ വിപുലീകരണം, പ്രാദേശിക പരിശോധനകളിലെ നിയന്ത്രണങ്ങൾ എന്നിവയാണ്. അമേരിക്കയിലെ IT പ്രൊഫഷണലുകൾ, H1B, F1 ഗ്രീൻ കാർഡ് അപേക്ഷകർ, കാലിഫോർണിയയിലും സമീപ സ്റ്റേറ്റുകളിലും വസിക്കുന്ന മലയാളി കുടുംബങ്ങൾ എന്നിവർക്ക് ഈ ഭേദഗതികൾ നേരിട്ട് പ്രയോജനകരമാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അസംബ്ലി ഹിയറിംഗിൽ എത്തുന്ന പ്രധാന ബില്ലുകളിൽ ഒന്നാമത്തേത് കുടിയേറ്റക്കാർക്കും വർക്ക് വിസയിലുള്ളവർക്കും അടിയന്തര നിയമസഹായം ഉറപ്പാക്കുന്ന ഇമിഗ്രേഷൻ ലീഗൽ സർവീസസ് ആക്ട് ഭേദഗതികളാണ്. ഇമിഗ്രേഷൻ കേസ് നടപടികൾ നേരിടുന്നവർക്കും വിസ സ്റ്റേറ്റസ് മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് തടസ്സങ്ങൾ കാരണം ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളവർക്കും കുറഞ്ഞ ചെലവിലോ സൗജന്യമായോ വിദഗ്ധരായ ഇമിഗ്രേഷൻ അറ്റോർണിമാരുടെ സേവനം ഉറപ്പാക്കുക എന്നതാണ് ഈ ബില്ല് മുന്നോട്ട് വെക്കുന്നത്. സാങ്കേതിക തകരാറുകൾ കൊണ്ടോ വിസ ലോട്ടറി പ്രോസസ്സിംഗ് വൈകുന്നതുകൊണ്ടോ വിസ സ്റ്റേറ്റസ് പ്രതിസന്ധിയിലാകുന്ന മലയാളി കുടിയേറ്റക്കാർക്ക് ഇത്തരം സ്റ്റേറ്റ് ലീഗൽ എയ്ഡ് ഫണ്ടുകൾ വലിയൊരു ആശ്വാസമായി മാറും. രണ്ടാമതായി, തൊഴിലിടങ്ങളിലെ കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾ അഥവാ വർക്ക് പ്ലേസ് ഇമിഗ്രന്റ് റൈറ്റ്സ് കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ബില്ലുകളാണ്. പലപ്പോഴും H1B, H4 EAD അല്ലെങ്കിൽ താൽക്കാലിക വർക്ക് പെർമിറ്റുകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ തൊഴിലുടമകളിൽ നിന്നും ചൂഷണങ്ങളോ ഭീഷണികളോ നേരിടുമ്പോൾ പരാതിപ്പെടാൻ മടിക്കാറുണ്ട്. പുതിയ നിയമനിർമ്മാണ പ്രകാരം ജീവനക്കാരുടെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് ചൂണ്ടിക്കാട്ടി കമ്പനികളോ തേർഡ് പാർട്ടി വെണ്ടർമാരോ അനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത് തടയാൻ സ്റ്റേറ്റ് ലേബർ കമ്മീഷന് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കും. കൃത്യമായ സേവനം ഉറപ്പാക്കാനും തൊഴിൽ അന്തരീക്ഷത്തിൽ സുരക്ഷ നൽകാനും ഈ ബില്ലുകൾ വ്യവസ്ഥ ചെയ്യുന്നു. മൂന്നാമതായി, അമേരിക്കയിലുള്ള വിദേശികളുടെ പ്രാദേശിക നികുതി പങ്കാളിത്തവും കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായങ്ങളും ഉൾപ്പെടുന്ന വ്യവസ്ഥകളാണ്. കാലിഫോർണിയ പോലെയുള്ള പ്രവാസികൾ ഏറെയുള്ള സ്റ്റേറ്റുകളിൽ നിയമപരമായി നികുതി അടയ്ക്കുന്ന വിദേശ പൗരന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും കുട്ടികളുടെയും ആരോഗ്യ സുരക്ഷ, ഇൻഷുറൻസ് പരിരക്ഷ, പ്രാദേശിക ക്ഷേമ പദ്ധതികൾ എന്നിവ ഉറപ്പുവരുത്താൻ ഉദ്ദേശിച്ചുള്ളതാണ് ഈ പുതിയ ബില്ലുകൾ. കൂടാതെ കോടതി വാറന്റുകൾ ഇല്ലാതെ അനാവശ്യ ഇമിഗ്രേഷൻ റെയ്ഡുകളിൽ നിന്നും പ്രാദേശിക സ്ഥാപനങ്ങളെയും പൊതുമേഖലാ കേന്ദ്രങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള സുരക്ഷാ മാർഗരേഖകളും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയിൽ താമസിക്കുന്ന മലയാളി പ്രവാസികൾ ഈ നിയമനിർമ്മാണങ്ങളുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഫെഡറൽ ഇമിഗ്രേഷൻ നിയമങ്ങൾ എത്രത്തോളം ശക്തമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് നിങ്ങൾ താമസിക്കുന്ന സ്റ്റേറ്റിലെ പ്രാദേശിക കുടിയേറ്റ നിയമങ്ങളും. നിങ്ങളുടെ വിസ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ രേഖകൾ കൃത്യമായി പരിപാലിക്കുന്നതിനൊപ്പം സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകുന്ന ലീഗൽ പ്രൊട്ടക്ഷൻ ആനുകൂല്യങ്ങളെക്കുറിച്ചും ധാരണയുണ്ടാക്കിയിരിക്കണം. ഇത്തരം അസംബ്ലി ബില്ലുകൾ നിയമമായി മാറുന്നതോടെ പ്രവാസി സമൂഹത്തിന് നിയമപരമായ സുരക്ഷിതത്വം ലഭിക്കുന്നു. നിങ്ങൾ അമേരിക്കയിലെ ഏതെങ്കിലും സ്റ്റേറ്റിൽ വസിക്കുന്ന പ്രവാസിയാണെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. ഒന്നാമതായി, നിങ്ങളുടെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസുമായി ബന്ധപ്പെട്ട അപേക്ഷകളും തൊഴിൽ രേഖകളും തടസ്സമില്ലാതെ കൈവശം സൂക്ഷിക്കുക. രണ്ടാമതായി, സ്റ്റേറ്റ് ലെവലിൽ ലഭ്യമാകുന്ന അംഗീകൃത ഇമിഗ്രേഷൻ ലീഗൽ സപ്പോർട്ട് പ്രോഗ്രാമുകളെ കുറിച്ച് അന്വേഷിച്ച് അവയെക്കുറിച്ച് മനസ്സിലാക്കുക. മൂന്നാമതായി, തൊഴിലിടങ്ങളിൽ അനാവശ്യമായ വിവേചനങ്ങളോ ഭീഷണികളോ നേരിടേണ്ടി വന്നാൽ സ്റ്റേറ്റ് ലേബർ കമ്മീഷൻ മുൻപാകെ പരാതി നൽകാനുള്ള നിയമപരമായ അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തുക. അമേരിക്കയിലെ ഇമിഗ്രേഷൻ ബില്ലുകളിലും നയങ്ങളിലും ഉണ്ടാകുന്ന ഇത്തരം നിർണായകമായ മാറ്റങ്ങൾ പ്രവാസി മലയാളികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ അത്യാവശ്യമാണ്. കാലിഫോർണിയ സ്റ്റേറ്റ് അസംബ്ലി വോട്ടെടുപ്പിന്റെ അന്തിമ ഫലങ്ങളും പുതിയ വിസ അപ്ഡേറ്റുകളും വരും ദിവസങ്ങളിൽ ഗ്ലോബൽ സമയം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അമേരിക്കൻ കുടിയേറ്റ വാർത്തകൾ, NRI ടാക്സ്,
ലീഗൽ ഗൈഡുകൾ എന്നിവ കൃത്യസമയത്ത് ലഭിക്കുന്നതിനായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.